സേമിയ വെച്ചിട്ട് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാഷ്യൂസും ബദാമും കട്ട് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ്റ്റഡ് സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് വെള്ളവും പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ആ വെള്ളം വെറ്റി വരുന്നത് വരെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. വെള്ളമൊക്കെ വെറ്റി കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ നട്ട്സ് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലൊരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയയുടെ മിക്സ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.